സഹോ ഇപ്പോൾ ലൈവിൽ വന്നത് പൊതുസമൂഹത്തിനോടൊന്ന് ചോദിക്കാനാണ്. എന്താ സംഭവിക്കുന്നത്? എന്തിനു വേണ്ടി ഈ യുദ്ധം? എന്തിനു വേണ്ടി? ഓരോ നിരപരാധിയായ മനുഷ്യരും കൊന്നൊടുങ്ങുകയാണ്. ഇസ്രയേലിലും ഇറാനിലും ഈ 3 രാജ്യങ്ങൾ കൂടി തമ്മിലടിച്ച് ഇസ്രയേലിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ പലായനം ചെയ്യുകയാണ്. ഇറാനിൽ നിന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ പലായനം ചെയ്യുകയാണ്. പേടിച്ച് വിറച്ച് എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. ഇടുത്തി പോലെ ബോംബുകൾ വന്ന് സ്പർശിക്കാം. എന്തിൻ്റെ ആവശ്യമാണ്? ആ അലയടികൾ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും. ഇതാ, ഞാൻ നാളെ മുതൽ എൻ്റെ ചെറിയ തട്ടുകട അടച്ചിടുകയാണ്. എൻ്റെ ജീവിതമാർഗം, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതമാർഗം, എൻ്റെ മക്കളുടെ ജീവിതമാർഗം അത് വഴിമുട്ടുകയാണ്. നാളെ മുതൽ ഗ്യാസില്ല. എന്തൊരു കഷ്ടമാണെന്ന് നിങ്ങൾ നോക്കും. ഞാൻ ആ കട കൊണ്ടാണ് ജീവിക്കുന്നത്. എൻ്റെ ജീവിതമാർഗമാണത്. അതും വഴിമുട്ടാൻ പോകുന്നു ഒരു യുദ്ധം കാരണം. എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം? നിരപരാധിയായ ജനങ്ങളെ കൊന്നെടുക്കാനോ? എന്ത് ഗുണമാണ് അതുകൊണ്ട് കിട്ടുന്നത്? 3 രാജ്യങ്ങൾ തമ്മിലടിക്കുന്നു. ആ രാജ്യത്തുള്ള നിരപരാധിയായ ജനം മരിച്ചു വീഴുകയാണ്. ഇറാനിലാണേലും ഇസ്രായേലിലാണേലും ജനങ്ങൾ പേടിച്ചോടുകയാണ്. എന്ത് കഷ്ടമാണ് നിങ്ങൾ ഓർക്കണം. മനുഷ്യജീവൻ പൊലിയുകയാണ്. മനുഷ്യനെല്ലാം ഒന്നല്ലേ? ജീവിതം ഒന്നേ ഉള്ളൂ, ജീവൻ ഒന്നേ ഉള്ളൂ. ഈ അടിക്കുന്നവരെ ഓർക്കണ്ടേ? മനുഷ്യനല്ലേ? ആ മനുഷ്യക്കുരുതി കൊടുക്കാൻ പാടുണ്ടോ? നിരപരാധിയായ നമ്മളെപ്പോലുള്ള രക്തമുള്ള മനുഷ്യന്മാർ അവിടെ മരിച്ചു വീഴുകയാണ്. എന്തിനു വേണ്ടി? ആ അലയടികൾ ഇതാ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ഓരോ സാധാരണക്കാരനും ഇതാ കഷ്ടപ്പാടിലേക്ക് നീങ്ങുകയാണ്. എൻ്റെ കട, എൻ്റെ ജീവിതമാർഗം അതാ അടച്ചിടാൻ പോന്നു. എന്ത് ചെയ്യും ദൈവമേ? ഇനിയുള്ള ദിവസങ്ങൾ എത്രയോ സ്പീഡിൽ യുദ്ധം അവസാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിതമാർഗം വരെ വഴിമുട്ടാൻ പോകുന്നു. എൻ്റെ കഞ്ഞികുടി വരെ വഴിമുട്ടാൻ പോകുന്നു. എന്തൊരു കഷ്ടമാണ് നിങ്ങൾ ഓർക്കണം. 3 രാജ്യങ്ങൾ തമ്മിലടിക്കുമ്പോൾ നമ്മുടെ ജീവിതമാർഗം വരെ വഴിമുട്ടാൻ പോകുന്നു. എന്തൊരു കഷ്ടമായി. എന്ന് മാറും ഈ ദുരിതം? എന്ന് മാറും ഈ യുദ്ധം? പ്രതീക്ഷയോടെ